ബാബുവേട്ടാ, ഹലോ. ആ, ബാബുവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഈ ബാത്റൂമിലായിരുന്നു. ആ, ഇല്ല, അറിയില്ല. ഇപ്പം ഇങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ ആള്. ഇപ്പം തന്നെ ഞാൻ വിളിച്ചു ചോദിക്കാം. കുറച്ച് കഴിയട്ടെ, ഞാൻ ചോദിക്കാം. ആ, മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി തന്നെ ആയിരിക്കും. ഏ ഉം. ഒരു 10-10:30 ആകുമ്പോൾ വിളിച്ചാൽ മതി. ആ, ഏ ഉം, ഉം. പുലരോളം വർത്താനം പറയാം. ആ, എന്നാ ശരി കേട്ടോ, ഞാൻ വിളിക്കേ. കുറച്ചു നേരം കഴിഞ്ഞിട്ടേ ഒന്ന് വിളിച്ചു വെച്ചോട്ടെ. ശരി, വേഗം തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. ഇല്ലാച്ച ചിലപ്പോൾ ഇന്ന് രാത്രി എന്തായാലും 10:30 വിളിക്കണം. അതിന് മുമ്പേ ചേട്ടനൊന്ന് വിളിച്ചിട്ട് ഒരു 8:30 ആവട്ടെ, ചോദിക്കാം. ഏട്ടനൊന്ന് വിളിച്ചോക്കട്ടെ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം. അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇല്ലേശ ഫോൺ എടുത്താനെ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ, എവിടെയാണ്? ഞാനിതാ ഡ്യൂട്ടിയിലെന്നു. സുഖാണ്. മറ്റാളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. നൈറ്റ് ഡ്യൂട്ടിയാ തോന്നണു. ഞാൻ വിളിച്ചപ്പോ ഫോണ് കട്ടാക്കി. ഇനിയിപ്പോ ഒന്ന് നോക്കണ്ട. ഏട്ടൻ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോന്ന്? കഴിക്കാൻ പോവാണോ? ശരി. പിന്നെ ഏ എനിക്ക് ഏട്ടനെയും കാണാൻ തോന്നുന്നുണ്ട്. നമുക്കേ എങ്ങനെയും പോയാലോ? അന്ന് നമ്മൾ പാർക്കിൽ പോയിണ്ടായിരുന്നില്ലേ, അതുപോലെ. ഏ അയ്യോ, അത് വേണ്ട. എവിടെ? ശോഭാ സിറ്റിയിലോ? അവിടെ പോണോ? എന്നിട്ട് അന്ന് പോയ പോലെ സിനിമയ്ക്ക് പോവാല്ലേ? ആ, ഇല്ല, ഇന്നിപ്പോ നൈറ്റ് ഡ്യൂട്ടി അല്ലേ. നാളെ പിന്നെ ഇവിടെ പകല് കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടേ ഞാന് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞിട്ട് ഇറങ്ങാം. അപ്പൊ നമുക്ക് കാണുകയും ചെയ്യാം. എവിടെ വരണ്ടേ? ആണോ? ശരി. അയ്യോ, അതൊന്നും വേണ്ട. ഇല്ല. ഒന്ന് പോടുന്ന്. അതിനെങ്ങനെ വിളിക്കാനാ? ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വീട്ടിലുണ്ടാവും. ഇല്ല. അതെല്ലേ.
ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. ഏയ് എനിക്ക് ഉം, എനിക്ക് താജ്മഹൽ കാണാൻ പോണെന്ന് ആഗ്രഹം. ആ ഏട്ടൻ എന്നെ കൊണ്ടുപോകും. അയാൾ എന്നെ കൊണ്ടുപോയില്ല. ആ ഉം, എനിക്ക് എനിക്കൊരു ഉമ്മ തരോ? അടി ഉമ്മ നിനക്ക് ഉമ്മന്റെ വാപ്പ തരണേ. അപ്പൊ ഇതാ ഞാൻ സത്യത്തിലല്ലേ? കൊറേ ദിവസമായി എന്റെ ഈ കള്ളഫോൺ ഉണ്ടല്ലോ, കൊറേ ദിവസമായി ശ്രദ്ധിക്കലടങ്ങിട്ട്. കൂടുതൽ ഡയലോഗ് നടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിനക്ക് നന്നായിട്ട് പുതിയ വിളവണ്ടി പുതിയ വിളവണ്ടി ഐഡിയ ഇജ് വലിയ വിളവൊന്നും എടുക്കണ്ട. ഈ സാധുവിനെ അറിയില്ല, മനസ്സിലായാ? വിളിക്കാന്റെ അച്ഛൻ വിളിക്കാന്റെ അച്ഛൻ നിങ്ങൾക്ക് സ്വന്തം ഭാര്യയുടെ കട്ടിലോട്ട് വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കാന്. അപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇതാണ് എനിക്ക് ഒരുപാട് കോള് വിളിക്കണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ ഇല്ല തരില്ല. എന്തിരി 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 ഇത് എന്റെ അച്ഛൻ എനിക്ക് പഠിക്കുന്ന ഫോണാണ്, നിങ്ങൾക്കുള്ള ഫോണല്ല. നിങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട മനുഷ്യനെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നാടകമാണ്, ഇത് അഭിനയം. അപ്പൊ നിങ്ങളോ ഇതിന്റെ ചോട്ടി വന്നിട്ട് സ്വന്തം ഭാര്യയുടെ കട്ടലിന്റെ ചോട്ടി വന്നിട്ട് നിന്നത് അഭിനയല്ല? ഭാര്യനുള്ളത് വാടകല്ലോ. എന്തിന് എന്തിനാ സംശയിക്കാൻ വാടകയ്ക്ക് എടുത്ത കാമുകൻ ആരാൾക്ക് അറിയണോ? പോടുന്നു ആ കിടന്നോടത്ത് കിടന്ന് ഉരുളാണ് എന്റെ വിളവ് ഈ തെറ്റ് ചെയ്തിട്ടില്ല. ഫോൺ ആർക്കും പഠിച്ച കള്ളിയാണ്ടി പോയി പണിയൊക്കെ. അതെ പെരേന്ന് എല്ലാരും വിളിക്കും, അയാൾ തീരുമാനം എടുത്തരപ്പോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലുള്ള ഇതിനുള്ള കഴിയുന്നത്. സന്തോഷം ഉണ്ടാവില്ല, കാരണം എനിക്ക് ഇതിന് മുമ്പ് ഒരു സന്തോഷം എന്ന് പറഞ്ഞ കാമുക ഉണ്ടായിരുന്നു, അറിയോ? ചമ്രവട്ട പാലത്തിന്റെ അവിടെ പിടിച്ചിക്കണ അയാളെ. അതൊക്കെ എനിക്കറിയാം. ഇപ്പുള്ള കാമുകൻ ആരൊക്കെ അറിയണം. ഈ നേരത്തെ അടുക്കളന്ന് വിളിക്കുമ്പോ എനിക്ക് അങ്ങനെ തീരുമാനം ഞാൻ എടുത്തരാം കേട്ടാ. ഇന്നൊക്കെ ഞാൻ എന്ത് ചെയ്യും, അത് തീരുമാനം എടുത്തരാം, റെഡിയാക്കിയരാം. അതെ ആകെ പ്രശ്നമായിട്ടോ. ഞാൻ ഏട്ടനോട് സംസാരിച്ചോണ്ടിരിക്കണതേ അയാളെ കേട്ട്, ആ കൊന്തം കേട്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു തന്നിട്ടുണ്ട്. അയാളെന്നെ സംശയിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയാൾ തീരുമാനിക്കാനും പണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഏട്ടാ ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളെ മനസ്സിലായതുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ ആക്ട് ചെയ്താണെന്ന്. അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്. ഞാൻ നമ്പർ അപ്പൊ ദുഷ്ട ചതി എന്റെ കുടുംബം കലക്കില്ലേ? മഹാഭാവി എന്റെ കുടുംബം കലക്കിയല്ലോ.